ഇന്ന് നമുക്കുണ്ടല്ലോ വെറും 10 മിനിറ്റ് കൊണ്ട് ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ രുചിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയും മുമ്പ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാ നമ്മളിവിടെ വെണ്ടയ്ക്ക കഷ്ണങ്ങളും കൊണ്ടാണ് ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രം വെണ്ടയ്ക്ക മതി കേട്ടോ. ദാ കഴുകി വൃത്തിയാക്കി സാമ്പാറിനൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുന്ന ആ ഒരു കഷ്ണത്തിൻ്റെ വലുപ്പത്തിലാണ് ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു സ്വല്പം മാത്രം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങളെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് 2-3 മിനിറ്റ് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അതിൻ്റെ വഴുവഴുപ്പോ ഒരു ഞുളിയൊളുപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെണ്ടയ്ക്ക ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നമ്മൾ വെണ്ടയ്ക്ക ഉപയോഗിക്കുന്ന ഏത് കറിക്കും ഇതുപോലെ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ ആ കറിക്ക് ആ ഒരു വലിച്ചിലുണ്ടാവുമല്ലോ, അതൊന്നും മാറി കിട്ടും കേട്ടോ. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല, അതുകൊണ്ടാണ്. ഇനി അതവിടെ നിന്ന് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിയുടെ ഉറയ്ക്കനുസരിച്ച് വേണം പുളി എടുക്കാനായിട്ട്. അതിനെ ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് റെഡിയായി വരട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ ഇവിടെ ഒന്ന് റെഡിയായി ഏകദേശം വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി നോക്കിയേ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ടേ. അപ്പോൾ ആ പുളി വെള്ളം കൂടെ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ചട്ടി ചൂടായിരുന്നുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് ഒരു കുറച്ചു മാത്രം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണ്ട, പിന്നീട് ചേർത്ത് കൊടുത്തിരുന്നാലും മതിയാവും. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു കറിക്ക് വളരെ കുറച്ച് മാത്രമാണ് എരിവ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ എല്ലാ കറിക്കും അതെ, കുട്ടികളൊക്കെ കഴിക്കുന്ന കാരണം ഒരു പച്ചമുളക് നടുകനെ കീറിയിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇനി ആ പുളിവെള്ളത്തിൽ കിടന്ന് അതെല്ലാം കൂടെ ഒന്ന് റെഡിയായി വരട്ടെ. ആ ഒരു സമയത്ത് ചീൻചട്ടി അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇച്ചിരി മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് മീച്ച തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക് 2 മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് 4-5 ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ 1/4 ടീസ്പൂൺ മാത്രം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ തേങ്ങയ്ക്കകത്ത വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു കിട്ടത്തക്ക വിധത്തിൽ വരുമ്പോഴത്തേക്കും അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരുപാടായി പോകണ്ട കേട്ടോ. തീയലിനൊക്കെ എടുക്കുന്ന പോലെ ആ ഒരു പരുവത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എണ്ണ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനൊക്കെ ഉപയോഗിച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ തേങ്ങയ്ക്കകത്തെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഏകദേശം ഒന്ന് വന്ന സമയത്ത് 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളകും കൂടെ ഒന്ന് മാറ്റി ആ തേങ്ങ ഇച്ചിരി കൂടെ ഒന്ന് പാകമായി വരാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ നമ്മൾ തുടർച്ചയായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വാങ്ങിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തേങ്ങ എല്ലാം കൂടെ ഒന്ന് തണുത്തിട്ടിരിപ്പുണ്ടായിരുന്നു കേട്ടോ. തണുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ നമ്മളതിനായിട്ട് മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു കുറച്ച് മാത്രം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒരുപാടായി പോകരുത്, അരവ് നന്നായിട്ട് വരണമെന്നില്ല. അങ്ങനെ നമ്മൾ നല്ല രീതിയിലൊന്ന് അരച്ചുകൂടി എടുത്തിട്ടുണ്ട്. അരയ്ക്കുന്ന സമയത്ത് ഞാനൊരു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെണ്ണ പോലൊന്നും അരച്ചെടുക്കേണ്ട കാര്യമില്ല, ചെറിയ ചെറിയ തരികളൊക്കെ ഇരുന്നോട്ടെ, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് ഇച്ചിരിയുടെ വെള്ളം നല്ല രീതിയിലായി വന്നത്. ഇനിയിപ്പോൾ നമ്മൾ വേവാനായിട്ട് വെച്ചിരുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങൾ പുളിവെള്ളത്തിലൊക്കെ കിടന്ന് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കറി ഒത്തിരി ലൂസായിട്ടിരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറ് ഇടി ഒരു കുറച്ച് മാത്രം വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒത്തിരി അങ്ങോട്ട് കുറുകിയിരിക്കേണ്ട. നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ എന്ന് പറയുമ്പോൾ ആ ഒരു പരുവത്തിൽ വേണമല്ലോ, വിരകി കഴിക്കാനുള്ള ആ ഒരു പാകത്തിന്. ഇതാണ് കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിലായിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ഒന്ന് ചൂടാക്കിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. വെട്ടി തിളപ്പിക്കേണ്ട കാര്യമില്ല. ഉപ്പിൻ്റെ ഒരു കുറച്ച് കുറവുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു കുറച്ച് മാത്രം ഉപ്പും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയും കൂടെ ഇതുപോലെ കൊടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക കറികളുടെയൊക്കെ ഒരുപാട് റെസിപ്പീസ് നമ്മുടെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കണം കേട്ടോ. നല്ല എളുപ്പമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളാണ് എല്ലാം തന്നെ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം ഒന്ന് നോക്കിക്കേ, ഒരുപാട് തിക്കല്ല എന്നാൽ ഒരുപാട് ലൂസല്ല, ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെട്ടി തിളയ്ക്കേണ്ട, വീണ്ടും പറയുകയാണേ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു കുറച്ച് മാത്രം, ഒരു നുള്ളെന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഉലുവ പൊടിച്ചതാണ്. ഇനി ഉലുവ പൊടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഉലുവായും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റും കൂടെ അതിൻ്റെ സത്തെല്ലാം ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. 12 മിനിറ്റ് കൂടെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഈ കറി ഒന്ന് വാങ്ങി വെക്കാം കേട്ടോ. പിന്നെ കടുക് പൊട്ടിക്കുന്ന കാര്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിച്ചെടുത്താൽ മതി. കടുക് പൊട്ടിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് വേറൊന്നും തന്നെയാണ്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ചൂടായി വന്നതിന് ശേഷം ഇത്തിരി കടുകും അതുപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടെ അത്ര മാത്രമേ ഉള്ളൂ. ഉള്ളിയൊന്നും ചേർത്തിട്ടേ ഇല്ല നമ്മളതിനകത്ത് കേട്ടോ. എല്ലാം കൂടെ കൂട്ടി മൂപ്പിച്ചിട്ട് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കത് അന്നേരം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. ചോറിന് മാത്രമല്ല, നമുക്ക് ചോറിനോ ചപ്പാത്തിക്കോ എന്തിൻ്റെ കൂടെ കഴിക്കുന്നതിനും ഈ ഒരു കറി അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ.